നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഓട്ടിസവും അതിന്റെ ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ്. അപ്പോൾ അതിനായി നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ ഡോക്ടർ മീര ആർ ആണ്. നമുക്ക് ഡോക്ടറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഈ കഴിഞ്ഞ ഏപ്രിൽ 2 എന്ന് പറയുന്നത് ലോക ഓട്ടിസം അവബോധ ദിനമായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു ഓട്ടിസം എന്ന് പറയുന്നത്? ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് ഒരു രോഗാവസ്ഥ തന്നെയാണ്. അതൊരു സോഷ്യലൈസേഷൻ, സാമൂഹികമായി ഇടപെടലിനും അതുപോലെ തന്നെ ആശയവിനിമയത്തിലും വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഓട്ടിസം. അത് വളരെ മുന്നേ കണ്ടെത്തി ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അവയർനെസ് കുറച്ചും കൂടെ കൂടി വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടിസം ഡേ എല്ലാ ഏപ്രിൽ 2-നും അവയർനെസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഓട്ടിസം എന്നൊരു രോഗാവസ്ഥ ഉണ്ടാകുന്നത്? ഓട്ടിസത്തിന്റെ കാരണങ്ങൾ നമുക്ക് ശരിക്കും എന്താണ് കൃത്യമായിട്ടുള്ളൊരു കാരണം നമുക്ക് പറയാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. കുറേ അധികം ലിറ്ററേച്ചേഴ്സിലൊക്കെ കുറെ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതാണ് ഓട്ടിസം, നമ്മളിപ്പോ ഒരു അസുഖത്തിന് ഒരു കാരണമുണ്ട് എന്ന് പറയുന്നത് പോലെ ഓട്ടിസത്തിന് ഒരു കാരണം പറയാൻ നമുക്കില്ല. പക്ഷേ ഈ പറയുന്ന പോലെ വളരെയധികം മിഥ്യാധാരണകളുണ്ട്. കുട്ടികളെ വളർത്തുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് ഓട്ടിസം, അങ്ങനെ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല നമുക്ക്. ഇപ്പൊ സ്ക്രീൻ ടൈം കൊണ്ട് കുറച്ച് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് വരാം. അതായത് ഫോണും ടിവിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് കുറച്ച് ഓട്ടിസം ഫീച്ചേഴ്സ് വരാം. എന്നാൽ അതല്ല ഓട്ടിസത്തിന്റെ റിയൽ ആയിട്ടുള്ള ഒരു റീസൺ. അങ്ങനെ പല പല റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് പറയാം എന്നല്ലാതെ ഇന്നതുകൊണ്ട് ഓട്ടിസം വരുന്നു എന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ, ഓട്ടിസം എന്നൊരു രോഗാവസ്ഥ വരുമ്പോൾ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നത് പ്രധാനമായും. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലേ നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്യുള്ളൂ. അപ്പൊ നോർമൽ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ആദ്യം പിക്ക് ചെയ്യുക. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും സോഷ്യൽ സ്മൈൽ, 2 മാസം ആകുമ്പോൾ സോഷ്യൽ സ്മൈൽ, അതായത് ഒരു റെസ്പോൺസീവ് സ്മൈൽ വേണം. നമ്മളൊന്ന് ചിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു തിരിച്ചൊരു ചിരി, അല്ലെങ്കിൽ ഒരു ഐ കോണ്ടാക്ട്. ഒരു 10 മാസമൊക്കെ നല്ലൊരു ഐ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യണം. നമ്മളുമായിട്ടൊരു റെസ്പോൺസ് വേണം. 10 മാസം ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു നെയിം റെസ്പോൺസ്, പേര് വിളിക്കുമ്പോൾ ഒന്ന് നമ്മൾ നോക്കണം. അങ്ങനെയുള്ള റെസ്പോൺസ് നമ്മൾ നോർമലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന മൈൽ സ്റ്റോൺസ് ആണ്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പൊ തന്നെ അതൊരു ലക്ഷണമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഓട്ടിസം ആണെന്നല്ല ഞാൻ പറയുന്നത്. ലക്ഷണങ്ങൾ ഒരു സൈനായിട്ട്, റെഡ് ഫ്ലാഗ് സൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതും നെയിം റെസ്പോൺസ് ഇല്ലാത്തതും. പിന്നെ അത് കൂടാതെ തന്നെ സ്പീച്ച് ഡിലേ. ഒരു 6 മാസമുള്ള ഒരു കുട്ടി കുറച്ച് ബാബിൾ ചെയ്യണം, അതായത് ബബ ബബ അങ്ങനെയുള്ള സൗണ്ടുകളും. 1 വയസ്സായ കുട്ടി 2 മീനിങ് ഫുൾ വേർഡ്സ്, അമ്മ അച്ഛ എന്തെങ്കിലും 2 ടാറ്റ എന്തെങ്കിലും ഒരു 2 മീനിങ് ഫുൾ വേർഡ്സ് പറയണം. 1.5 വയസ്സായ കുട്ടി ഒരു 5-6 വാക്കുകൾ മീനിങ് ഫുൾ ആയിട്ട് പറയണം. കാക്ക, പൂച്ച അങ്ങനെയുള്ള വാക്കുകൾ. 2 വയസ്സാകുമ്പോൾ 2 വാക്ക് ചേർത്ത് പറയുക. 3 വയസ്സാകുമ്പോൾ 3 വാക്കുകൾ ചേർത്ത് പറയുക. എനിക്ക് ഇവിടെ വേണം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ചേർത്ത് സെന്റൻസ് ആയിട്ട് പറയണം. ഇതാണ് ഒരു നോർമൽ മൈൽ സ്റ്റോൺസ്. ഇത് ഇല്ലെങ്കിൽ, അതായത് 2 വയസ്സായിട്ടും ഒട്ടും തന്നെ സംസാരിക്കണില്ല, അമ്മ അച്ഛ എന്നുപോലും ഇല്ല, മുഖത്തൊക്കെ നോക്കുന്നില്ല, ഇപ്പൊ പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യണില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഒരു പീഡിയാട്രീഷ്യനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ലക്ഷണങ്ങൾ. ഇതിന്റെ കൂടെ ഇത് മാത്രം ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ മുഖത്ത് നോക്കാത്തതോ നെയിം റെസ്പോൺസ് ഇല്ലാത്തതോ ഇല്ലെങ്കിൽ സ്പീച്ച് ഡിലേയോ ഉള്ളത് മാത്രം ഓട്ടിസം അല്ല. ഇതിന്റെ കൂടെ തന്നെ വേറെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് കുട്ടി ഒറ്റയ്ക്കിരിക്കുക, മൊത്ത സമയം ഒരു ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു സ്റ്റിമ്മിങ് ഇല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ഓഫ് വീൽസ്. ഇപ്പം കാറ് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചിട്ട് വീല് കറക്കുക, ഇല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ റിമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്, ഇല്ലെങ്കിൽ സീലിംഗ് ഫാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സ്റ്റെയറിംഗ് എപ്പിസോഡ്സ്. പിന്നെ കുട്ടി നമ്മൾ പറയുന്നത് ഒന്നും
നമ്മൾ പറയുന്നതിന് ഒന്ന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, കമാൻഡ്സ് ഒബേ ചെയ്യാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ. അതിന് കൂടാതെ കുട്ടിക്ക് സെൽഫ് സ്കിൽസ് ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ കഴിക്കും, കൈ കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ട്, എന്തെങ്കിലും കഴിച്ചാൽ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കും എന്നുള്ള ഒരു ഭയം കാരണം ഇങ്ങനെ തൂത്ത് കളയുക, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ്, സെൻസറി ഇഷ്യൂസും എല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഓട്ടിസം എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഓട്ടിസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് ഓരോ കുട്ടിക്കും ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും കാണണമെന്നില്ല. അപ്പോ അത് ഒരുമാതിരി കസ്റ്റമൈസ്ഡ് ആയിട്ട് പോലെയാണ്. ചില കുട്ടികൾക്ക് ചില ഫീച്ചേഴ്സ് കാണും, ചില കുട്ടികൾക്ക് ചിലത് കാണില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് സ്പെക്ട്രം എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതിന് ഓട്ടിസം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ കാണും, ചില കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇവർക്കെല്ലാം ഒരേ രീതിയിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? മിക്കവാറും കുട്ടികൾക്കും ഓട്ടിസ്റ്റിക് കുട്ടികൾക്കും ഐ കോണ്ടാക്ട് കാണില്ല. അതായത് നമ്മുടെ മുഖത്തേക്ക് നോക്കില്ല. ഇപ്പോ ഞാനിവിടെ ഇരിക്കുന്നു, ഒരു ഓട്ടിസ്റ്റിക് കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടി ഇവിടെ ഓടി നടക്കും എന്നല്ലാതെ ഞാൻ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്നൊരു റെസ്പോൺസ് കാണിക്കില്ല. അതുപോലെ തന്നെ നെയിം റെസ്പോൺസ് കോൾ കാണില്ല. സ്പീച്ച് ഡിലേ, കമ്മ്യൂണിക്കേഷൻ ഡിലേ നന്നായി കാണും. വേറെ ഞാൻ ഈ പറഞ്ഞ റെപ്പറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ഒരു റെപ്പറ്റീഷൻ ഓടുകൂടിയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ലൈനിങ് അപ്പ് ഓഫ് ടോയ്സ്. കുറച്ച് ടോയ്സ് കിട്ടുകയാണെങ്കിൽ ലൈൻ ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുക. പിന്നെ ഹൈറ്റിനൊന്നും പേടിയില്ലായിരിക്കും. എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും ഒക്കെ എടുത്ത് ചാടുക. പക്ഷെ നോർമൽ ആയിട്ടുള്ള കുട്ടികളും കാണിക്കും. പക്ഷെ ഇത് ഒന്നിനെയും ഒരു ഭയമില്ലാതിരിക്കുക. ചിലപ്പോൾ പെയിൻ സെൻസിറ്റിവിറ്റി ഇല്ലാണ്ടിരിക്കും. അതായത് ഇപ്പൊ മുകളിൽ നിന്ന് ഒരു സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ചാടിയാലും വീണാലും മുറിഞ്ഞാലും ഒന്നും പെയിൻ കാണിക്കാതിരിക്കുക. പിന്നെ അമിതമായിട്ടുള്ള സെൻസറി പ്രശ്നങ്ങൾ, അതായത് ഇപ്പൊ ചില സൗണ്ടുകൾ, പ്രഷർ കുക്കറിന്റെ സൗണ്ടോ ഇല്ലെങ്കിൽ ആംബുലൻസിന്റെ സൗണ്ടോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് അമിതമായി ചെവി പൊത്തുക, ഒരു ഡിസ്ട്രെസ് കാണിക്കുക, അത് എപ്പോഴും ഉണ്ടാവുക. പല കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവും. സാധാരണ നമ്മുടെ അല്ലാത്ത കുട്ടികൾക്കും ഇതിന്റെയൊക്കെ ചിലപ്പോൾ പേടികൾ കാണും. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതൊരു പ്രോഗ്രസീവ് ആയിട്ട് പോകുമ്പോഴത്തേക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ എല്ലാ ഫീച്ചേഴ്സും എല്ലാ കുട്ടികൾക്കും കാണില്ല. എല്ലാ കുട്ടികൾക്കും ഈ ലൈനിങ് കാണില്ല, എല്ലാ കുട്ടികൾക്കും സ്പിന്നിങ് കാണില്ല. പക്ഷെ ഇങ്ങനെ 2 ഫീച്ചേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ അത് റെപ്പറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആയിട്ട് എടുക്കാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പല കുട്ടികൾക്കും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാനേജ്മെന്റ് രീതികളും വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു രോഗാവസ്ഥ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പരിചരണം കൊടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് രക്ഷിതാക്കള് ഈ ഒരു രോഗാവസ്ഥയിലുള്ള കുട്ടിയെ പരിചരിക്കേണ്ടത്? ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ കാര്യം പറയുമ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുന്നത് മുഖത്ത് നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസവും തോന്നില്ല. അപ്പോ ഒരു അബ്സല്യൂട്ട്ലി നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി, കാണാൻ ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടി, അവൻ ഓടി നടക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നാണല്ലോ. ഇപ്പം സ്പീച്ച് ഡിലേ ആയിട്ട് വരുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതായത് 3 വയസ്സാകുമ്പോഴും ഒന്നും വർത്താനം പറയണില്ല. നമ്മൾ ഇപ്പം ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ, ഒരു പ്ലേ സ്കൂളിൽ ചേർക്കുമ്പോഴത്തേക്ക് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സമയത്താണ് ഇത് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ പാരന്റ്സ് എപ്പോഴും അത്രയും സമയം വരെ ഡിലേ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ നമുക്ക് കൂടെ കുറച്ചുകൂടി ഈ ലാംഗ്വേജ്, ഞാൻ പറഞ്ഞ പോലെ ലാംഗ്വേജ് എപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ഡൊമൈൻ ആണ്. സംസാരിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും സംസാരിച്ചോളും എന്നുള്ള ഒരു തിങ്കിങ് ആണ് എപ്പോഴും പാരന്റ്സ്. അങ്ങനെ ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞതുപോലെ 2 വയസ്സിൽ 2 വാക്ക് ചേർത്ത് പറയണം. ഇല്ലെങ്കിൽ അത് എന്താണെന്ന് നോക്കണം. ഇപ്പോ അതുപോലെ തന്നെ ലാംഗ്വേജ് പറയുമ്പോൾ 2 കമ്പണൻസ് ഉണ്ട് ലാംഗ്വേജിൽ. ഇപ്പൊ റിസെപ്റ്റീവ്, അതായത് ഞാൻ പറയുന്നത് മനസ്സിലാക്കി ചെയ്യുന്നത്, അതുണ്ടെങ്കിലും നല്ല പ്രോഗ്നോസിസ് ആണ്. അതായത് ഇപ്പൊ ഞാൻ മോനെ അതിങ്ങ് എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കി ഒന്നും പറയാതെ തന്നെ ആ വസ്തു എടുത്തോണ്ട് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. അത് നല്ല കാര്യമാണ്. പക്ഷെ ഈ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ ഇത് രണ്ടും കാണില്ല. റിസെപ്റ്റീവും കാണില്ല, സംസാരിക്കത്തുമില്ല. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല, അതേപോലെ തന്നെ വർത്തമാനവും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ പിക്ക് ചെയ്യണം. അത് പാരന്റ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് നേരത്തെ ഒരു ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഒത്തിരി വ്യത്യാസം വരുത്താൻ പറ്റും ഇങ്ങനെയുള്ള കുട്ടികളിൽ.
അതുപോലെ തന്നെയാണ് ഇപ്പോ ഓട്ടിസത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എത്ര തരങ്ങളായിട്ടാണ് ഈ ഓട്ടിസം കണ്ടുപിടുന്നത്? നമ്മള് ഓട്ടിസം ലെവൽസ് ആയിട്ടാണ് പറയുന്നത്. അത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 എന്ന് പറയുമ്പോഴത്തേക്കും കുറെ കുട്ടികൾക്ക് കുറച്ചൊക്കെ നല്ല ലാംഗ്വേജ് കാണും, അത്യാവശ്യം സംസാരിക്കുന്ന കുട്ടികൾ, പക്ഷെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഇടയിൽ തന്നെ കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്, സോഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതായത് ബാക്കിയുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ പക്ഷെ അവര് സ്കൂളുകളിൽ കുറച്ച് നല്ല രീതിയിൽ പോകും, പക്ഷെ കുറച്ച് അഡമൻസി കാണും. അതായത് ഇപ്പൊ എന്റെ അടുത്ത് ഈ കുട്ടി ഇരിക്കാൻ പാടില്ല, എന്റെ അടുത്ത് ആരും ഇരിക്കാൻ പാടില്ല, ആ ടീച്ചർ തന്നെ ക്ലാസ് എടുക്കണം, അങ്ങനെ കുറച്ച് അഡമൻസീസ് അതെല്ലാം ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പൊ പരീക്ഷയ്ക്കാണെങ്കിൽ എല്ലാം നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കും, ചിലപ്പോ നല്ല ലേണിംഗ് ഡിസബിലിറ്റി ഒന്നും കാണാത്ത നല്ലൊരു പഠിക്കുന്ന ഒരു കുട്ടി, പക്ഷേ ഈ പറഞ്ഞ പോലെ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ എഴുതുള്ളൂ, അറിയുന്നതായിരിക്കും, പക്ഷെ അങ്ങനെ കുറച്ച് അഡമൻസീസ് ഉള്ളവരായിരിക്കും. ഈ ലെവൽ 1 തന്നെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ലെവൽ 1 പറയുന്നുണ്ട് അവര്. അതായത് ചിലർക്ക് നല്ല കലണ്ടർ മെമ്മറി, നന്നായി പാട്ട് പാടുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ കുറെ കഴിവുള്ള കുട്ടികൾ. അതെ അതെ. ലെവൽ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ സപ്പോർട്ട് വേണം, എന്നാലും കുറച്ചും കൂടെ ലാംഗ്വേജ് ഉണ്ട് എന്നുള്ള കുട്ടികൾ. ലെവൽ 3 സിവിയർ ലെവൽ, അത് ഒരു രീതിയിൽ നമുക്ക് ഈ കുറച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് വേണം. അവർക്ക് ലാംഗ്വേജ് ഒന്നും കാണില്ല, അവര് വേറൊരു ലോകത്ത്, പക്ഷെ അവർക്ക് ഇമോഷണൽ റെസ്പോൺസ് എല്ലാം ഉണ്ട്. ശരിക്കും അവര് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സാധാരണ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും? അതായത് എല്ലാ കുട്ടികളെ പോലെ നോർമലായിട്ട് അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കുമോ? ഞാൻ ഈ പറഞ്ഞ ലെവൽസ് അപ്പം കുറച്ച് ഇതായിട്ട് പറയേണ്ടി വരും. കാര്യം ഈ ലെവൽ 1 എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, അവരൊരു രീതിയിൽ പോകുന്നവരായിരിക്കും, ഒരു ലൈഫ് മുന്നോട്ട് പോവാൻ പറ്റുന്നവരാണ്. അതുപോലെ തന്നെ ഈ ഓട്ടിസം കുറെ ബുക്സുകളിൽ പറയുന്നുണ്ട്, 3 വയസ്സിലെ ഓട്ടിസം ആണെന്ന് ഡയഗ്നോസ് ചെയ്ത 10% കുട്ടികളിൽ 10 വയസ്സ് നല്ല തെറപ്പിയൊക്കെ കൊടുത്ത്, അതായത് മൈൽഡ് വെറൈറ്റി ഒക്കെ ആണെങ്കിൽ 10 വയസ്സാകുമ്പോഴത്തേക്കും പല സിംറ്റംസ് മാറി അവർക്ക് നേരെ ജീവിതം സാധ്യമാകുമെന്ന് പറയുന്നുമുണ്ട്. അപ്പോ ഈ ലെവൽസ്, സിവിയറിറ്റി ലെവൽസ് അനുസരിച്ചിരിക്കും അതിന്റെ പ്രോഗ്നോസിസും. അതുപോലെ നമുക്ക് കിട്ടുന്ന ഇന്റർവെൻഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതും ചില കുട്ടികൾ നല്ല രീതിയിൽ പോകുന്ന കുട്ടികളുണ്ട്, നല്ല ഒരു റെപ്പറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും നല്ല ഇന്റർവെൻഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് മാറി ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത്, പക്ഷെ ഒരു ആബ്സല്യൂട്ട് ക്യൂർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ലാംഗ്വേജിന്റെ പ്രശ്നം ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ സ്പീച്ച് തെറാപ്പി അങ്ങനെ ഉള്ള ചികിത്സകളൊക്കെ ഇതിനെ പ്രയോജനകരമാകുമോ? ഓട്ടിസത്തിന്റെ മാനേജ്മെന്റ് പറയുമ്പോൾ സ്പീച്ച് തെറാപ്പി ആദ്യം ഈ കുട്ടികളെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒട്ടും തന്നെ സിറ്റിംഗ് ടോളറൻസ് ഇല്ല, എപ്പോഴും ഓടി നടക്കും, അവരൊട്ടും ശ്രദ്ധയില്ല, ഇൻഅറ്റൻഷൻ ആയിരിക്കും അവരുടെ ആദ്യത്തെ സിംറ്റം. ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമുക്ക് സ്പീച്ച് തെറപ്പി നടക്കുകയുള്ളൂ, അല്ലെ? ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടിയല്ലേ കേട്ട് പറയൂ. അപ്പൊ ആദ്യം അവർക്ക് ഇതൊരു ഓട്ടിസത്തിന്റെ തെറപ്പി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്, അതൊരു ടീം വർക്കാണ്. ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് വിചാരിച്ചെന്ന് പറഞ്ഞു, എന്നെ പോലൊരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലോ ആ തെറപ്പി നടക്കില്ല, ഒരിക്കലും ആ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആവില്ല. അതിന് നല്ലൊരു ടീം വേണം. ആ ടീമിൽ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് കാണും, ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ ഉണ്ട്, ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റ് കാണും, ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ്, പിന്നെ OT ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ്, ബിഹേവിയറൽ തെറപ്പിസ്റ്റ് കാണും, ഡെവലപ്മെന്റൽ തെറപ്പിസ്റ്റ് കാണും, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, അതുപോലെ സോഷ്യൽ വർക്കേഴ്സ്. ഇവരെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടീം ഉണ്ടെങ്കിലേ ഒരു കുട്ടീനെ ആ ടീം ഇരുന്ന് ആലോചിക്കണം, ഈ കുട്ടിക്ക് എന്താണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, ഈ കുട്ടിയുടെ ടാർഗറ്റ് സിംറ്റംസ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമേ സെറ്റ് ചെയ്ത്, അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രോഗാവസ്ഥയാണ് പലർക്കും ഉള്ളൊരു സംശയമാണ്, മരുന്ന് കഴിച്ചാൽ ഈ ഒരു രോഗാവസ്ഥ മാറുമോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതിനായിട്ട് പ്രത്യേകമായിട്ട്? മരുന്നുകൾ
ഭേദമാക്കാനുള്ളതല്ല ശരിക്കും. മരുന്നുകൾ പറയുന്നുണ്ട് ഓട്ടിസത്തിന്റെ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഉണ്ട്. അത് ഈ അഗ്രഷൻ കുറയ്ക്കാനും സിവിയർ അഗ്രഷൻ ഉള്ള കുട്ടികളിലെ അഗ്രഷൻ കുറയ്ക്കാനും ഞാൻ ഈ പറഞ്ഞ റെപ്പറ്റീവ് ഫീച്ചേഴ്സ് ട്രീറ്റ് ചെയ്യാനും പിന്നെ ഉറക്കമില്ലായ്മ ഇവരുടെ ഒരു പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ശരിക്കും നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ മരുന്നുകൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ് ചില ഘട്ടങ്ങളിൽ. പക്ഷെ ഇന്റർവെൻഷൻ തെറപ്പി സെഷൻസ് ആണ് ഇവർക്ക് ഏറ്റവും അത്യാവശ്യം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഓട്ടിസം ഉള്ള കുട്ടികളുടെ പാരന്റ്സിന് നല്ല കൗൺസിലിംഗ് വേണം. അവരെ നമ്മളൊന്ന് അവരെയാണ് ശരിക്കും കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിപ്പിക്കണം. എങ്ങനെ തെറപ്പി വീട്ടിൽ കൊടുക്കാം. ശരിക്കും നമ്മൾ ഈ തെറപ്പീസ് ഒക്കെ പറയുന്നത് ഹോം സെന്റർഡ് ഫാമിലി അപ്രോച്ച് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരു തെറപ്പി സെന്ററിൽ വന്നാലും അവർ 45 മിനിറ്റ് ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി 3 മണിക്കൂർ അവര് വീട്ടിലാണ്. അപ്പോൾ പാരന്റ്സ് ശരിക്കും അറിഞ്ഞിരിക്കണം കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ചില സമയത്ത് നമ്മുടെ പാരന്റ്സിന് ഒട്ടും പറ്റാതെ വരാറുണ്ട്. അവർ അനുഭവിക്കുന്ന സ്ട്രഗിൾ ആർക്കും അറിയില്ല. ആ ഒരു പാരന്റൽ സ്ട്രഗിളിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നമ്മൾ. അതെ അതെ, തീർച്ചയായും ഞാനും കണ്ടിട്ടുണ്ട് പല കുട്ടികളെയും അവരുടെ അമ്മമാരും അച്ഛന്മാരും അത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവരെ അതായത് നോർമലായിട്ടുള്ള ഒരു കുട്ടികളായിട്ട് തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് നോർമൽ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന കണക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടോ? ഗവൺമെന്റ് സ്കൂൾസിൽ ശരിക്കും പറഞ്ഞാൽ നോർമൽ സ്കൂളിൽ അയക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സിവിയർ ആയ കേസുകളൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ സാധാരണ സ്കൂൾസ് എടുക്കാൻ കുറച്ച് വിഷമം കാണിക്കും. പക്ഷെ നോർമൽ സ്കൂളിൽ വിടണം എന്ന് തന്നെയാണ് കാര്യം. ഗവൺമെന്റ് സ്കൂളിലൊക്കെ BRC പോലത്തെ കാര്യങ്ങളുണ്ട് കുട്ടികളെ ഇത് ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് സ്കീംസ് ഉണ്ട് ഗവൺമെന്റിന്റെ. ഈ ഇങ്ങനത്തെ റിസോഴ്സസ് ഒക്കെ ഇപ്പോഴും ആൾക്കാർക്ക് ആർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈവൻ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റൻസ് ലെവൽ വളരെ കുറവാണ്. കാര്യം പാരന്റ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ, കാര്യം എന്റെ കുട്ടീനെ കാണാൻ ഒരു കുഴപ്പമില്ല. നമുക്ക് വേറൊരു അസുഖം വന്നാൽ നമുക്ക് വെയിറ്റ് കുറയും, അങ്ങനെ ഹൈറ്റ് അല്ല വെയിറ്റ് കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി എല്ലാം ചെയ്യുന്നുണ്ട്, ഇപ്പം ഓടി നടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പിന്നെ എന്താണ്. അപ്പൊ ആ അക്സെപ്റ്റൻസ് ലെവൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് പലയിടത്തും പോയി കുറെ ലേറ്റ് ആവും. ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ലേറ്റ് ആവും. അതുപോലെ തന്നെ ഇന്റർവെൻഷൻസ് ആണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ ഇല്ല. ഇപ്പൊ നമുക്ക് തന്നെ വരുന്ന ഒരുപാട് കേസസ് ഒത്തിരി ദൂരെ നിന്നൊക്കെയുള്ള ആ ഒരു സ്ഥലത്തൊന്നും ഒന്നും ഇല്ല. അപ്പൊ നമുക്കും ഭയങ്കര വിഷമാണ്. കാര്യം ഇത്രയും ദൂരം താണ്ടി ഒരു കുട്ടീനെ കൊണ്ടുവരാന്ന് പറയുന്നത് അതാണ് ശരിക്കും ഗവൺമെന്റ് എടുക്കേണ്ടുന്ന ഒരു ഇത്. കാര്യം ഒത്തിരി സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്, സെന്റേഴ്സ് അല്ല ഇതിനുള്ള ഒരു ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഘടകം അതിനെ ബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെ അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയ്ക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ടോ? ഇതും കുറച്ചൊരു കോൺട്രവേഴ്ഷ്യലാണ്. കാര്യം റീസൺസ് പറയുന്ന പോലെയാണ്. പാരമ്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട്. കാര്യം ചില സിൻഡ്രോംസ് ഈ ജനതികരമായിട്ട് വരുന്ന കുറച്ച് അസുഖങ്ങളുടെ കൂടെ ഓട്ടിസം വരുന്നുണ്ട്. സപ്പോസ് ഈ ലൈക്ക് ഫ്രജൈൽ എക്സ് സിൻഡ്രോം അല്ലെങ്കിൽ വില്യംസ്, അതുപോലെ തന്നെ ട്യൂബറസ് സ്ക്ലീറോസിസ്, ഈ ഫിറ്റ്സിന്റെ കൂടെയൊക്കെ ഒരു ഇന്ററാക്ടബിൾ സീഷേഴ്സ് ആയിട്ട് വരുന്ന ചില സിൻഡ്രോമിന്റെ കൂടെ ഓട്ടിസം വരുന്നുണ്ട്. അതായത് ട്യൂബറസ് സ്ക്ലീറോസിസ് എന്ന് പറയുന്ന രോഗത്തിന്റെ ആ രോഗമുള്ള കുട്ടികളെ ഏകദേശം 50% കുട്ടികളിൽ ഓട്ടിസവും കാണുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ അത് കുറച്ച് ജനറ്റിക് ആണ്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് തന്നെ ഇപ്പൊ ഡൗൺ സിൻഡ്രോമിൽ തന്നെ ചില കുട്ടികളിൽ ഓട്ടിസവും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനറ്റിക് സിൻഡ്രോംസ് കുറച്ച് കണക്റ്റഡ് ആണ്. പക്ഷെ ഈ പറയുന്ന പോലെ ആദ്യത്തെ കുട്ടിയിൽ ഓട്ടിസം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിയിൽ ഓട്ടിസം സ്ക്രീനിങ് ചെയ്യണം നമ്മൾ. ഇപ്പൊ 2 കുട്ടികളുണ്ട്, ആദ്യത്തെ കുട്ടി ഓട്ടിസം ആണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടീനെ നമ്മൾ എന്തായാലും ഓട്ടിസം സ്ക്രീനിങ് ചെയ്യണം. അവർക്ക് കുറച്ചൊരു ശതമാനം ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരണം എന്നല്ല. അതാണ് എപ്പോഴും നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ പറയുന്നത്, എപ്പോഴും സെക്കൻഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം എന്ന് തന്നെ പറയാറുണ്ട്. കാര്യം
അവര് വേണ്ട വേണ്ട എന്ന് പറയുമ്പോ അല്ല, ഈ കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. രണ്ടാമത് ഒരു കുട്ടി വരുമ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഡിസ്മോർഫിസംസ്, അതായത് മുഖത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, ഇപ്പൊ ജനറ്റിക് ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ചേഞ്ചസ് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അപ്പോ കുട്ടിക്കും ചെയ്യാം. കുട്ടിക്ക് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ചെയ്തിട്ട് നെക്സ്റ്റ് പ്രഗ്നൻസി വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടാറില്ല ശരിക്കും. അതുപോലെ ഡോക്ടർ പറഞ്ഞല്ലോ, ചില സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടും ഈ ഒരു അവസ്ഥ ഭയങ്കര വഷളാകുന്നു. അത് ഈ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന ഒരു മെയിൻ ഘടകമാണോ ഈ ഒരു ഓട്ടിസം വഷളാകാനുള്ള? അതെ, അവർക്ക് ഈ ഒരുപാട് സൗണ്ട് ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കാണ്. അതായത് സെൻസറി എന്ന് പറയുമ്പോൾ വിഷ്വൽ ആവാം, ടാക്ടൈൽ ആവാം, തൊടുന്നതാവാം, ടച്ച് ആവാം, ഓഡിറ്ററി ആവാം, ജസ്റ്റേറ്ററി ആവാം, രുചി, ഇതെല്ലാത്തിലും അവർക്ക് ഇഷ്യൂസ് വരാം. അതായത് വിഷ്വൽ എന്ന് പറയുമ്പോൾ ചില ലൈറ്റ്സ് അവർക്ക് പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓഡിറ്ററി, ഞാൻ ഈ പറഞ്ഞ സൗണ്ട്സ്, ഒരുപാട് സൗണ്ട് ഉള്ള, ഇപ്പം ഭയങ്കര ഒരു പാർട്ടി ഏരിയയിൽ ചെന്നാൽ അവർക്ക് പറ്റത്തില്ലായിരിക്കും. അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി വളരെ മോശമായിട്ട് അവർ ബിഹേവ് ചെയ്യും. അപ്പോ അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ചില സൗണ്ട്സ് അവർക്ക് ഈ ഒട്ടും പറ്റാത്ത സൗണ്ട്സ് ആണ് ഞാൻ പറഞ്ഞത്, ഈ ചില ആംബുലൻസിന്റെ സൗണ്ടും അങ്ങനത്തെ ഒക്കെ സൗണ്ടുകൾ. പിന്നെയുള്ളത് ജസ്റ്റേറ്ററി സെൻസസ്, ചില രുചികൾ. ചിലർക്ക് മധുരം ഇഷ്ടാവില്ല, ചിലർക്ക് പുളി പറ്റത്തില്ല, ചിലർക്ക് അത് തൊട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ടാക്ടൈൽ സെൻസേഷൻസ്, അതായത് ചിലർക്ക് ഈ ഫുൾ സ്ലീവ് ഇടാൻ പറ്റില്ല. അങ്ങനെയുള്ള പല 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 വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് ആണ് കാണിക്കണം, സൈൻസ് ആണ് കാണിക്കണം. ചിലർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ചില എടുത്ത് തൊടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പം ചപ്പാത്തി മാവ് നല്ല ഇച്ചിരി ഒരു അതിന്റെ ഒരു, അതെ, അങ്ങനെ അല്ല, കുറച്ച് ലൂസായിട്ടിരിക്കുന്ന സാധനങ്ങളിൽ തൊടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ബിസ്ക്കറ്റ് കഴിക്കും, ബിസ്ക്കറ്റ്, ചിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ ചോറ് കറിയും കൂട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുഴഞ്ഞിരിക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങളിൽ തൊടാൻ ബുദ്ധിമുട്ട് കാണും. അപ്പൊ തന്നെ അവർ ഭയങ്കരമായിട്ട്, അതുപോലെ ഇവിടെ എന്തെങ്കിലും പറ്റിയാല് പെട്ടെന്ന് തൂത്തുകളയുക എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എപ്പോഴെങ്കിലും കുട്ടികൾ തൂത്തുകളയണമെങ്കിൽ അത് ഓട്ടിസം ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്താൽ മാത്രമേ നമ്മൾ ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചു, ഓട്ടിസത്തെ കുറിച്ച് സംസാരിച്ചു, അതിന്റെ തരങ്ങളൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാര മാർഗമുണ്ടോ ഓട്ടിസത്തിന് എന്നൊരു രോഗാവസ്ഥയ്ക്ക്? ഓട്ടിസത്തിന് പ്യുവർ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ക്യൂർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു ക്രോണിക് ഡിസോർഡർ ആണ്. അപ്പോ കുറെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഈ ഐ കോണ്ടാക്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയാൽ ഒരു കാര്യമില്ല. അതൊരു ടൈം വേസ്റ്റ് ആണ്, മണി വേസ്റ്റ് ആണ്. നമ്മൾ ആദ്യം ഉണ്ടാവേണ്ടത് ഒരു ഐ കോണ്ടാക്ട് ആണ്, നമ്മളുമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം അത് ഒഴിവാക്കുക. സപ്പോസ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് എല്ലാരും ഫോണിലും ടിവിയിലുമാണ്. ലാംഗ്വേജ് ഡിലേയുടെ ഒരു പ്രത്യേക കാരണം തന്നെയാണ്. മിക്കവാറും എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് നമ്മൾ ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെയൊക്കെ ഫോണിലും ടിവിയിലും സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ആ ഒരു റാപ്പിഡ് ലാംഗ്വേജ് വരുന്ന ഒരു സമയമാണ് ഈ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു സമയം. അപ്പൊ ആ സമയത്ത് ഒത്തിരി ഇതിന്റെ ഫ്രണ്ടിലിരിക്കുമ്പോ ലാംഗ്വേജ് കുറയും, ഇൻഅറ്റൻഷൻ വരും, അശ്രദ്ധ വരും. അപ്പോ അതൊന്ന് പരിഹരിക്കണം. പിന്നെ ആ റിസ്ക് ഫാക്ടേഴ്സ് കഴിയണം. പിന്നെ ഐ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മളുമായിട്ടൊരു ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് തെറപ്പീസ് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ നെയിം റെസ്പോൺസ് കോള് വേണം. കുറച്ച് സ്പീച്ച് എന്ന് പറയുന്നത് അടുത്തൊരു സ്റ്റെപ്പാണ്. അപ്പൊ ഇത് OT-യിലാണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്. ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ഉണ്ട്, ബിഹേവിയറൽ അനാലിസിസ്, അങ്ങനെ പലതരം തെറപ്പിയിലൂടെ പോയി കഴിഞ്ഞാലേ നമുക്ക് ഇതെല്ലാം നമുക്ക് ഒരു കുറച്ച് മാറ്റങ്ങൾ. ഇത് ഇന്ന് നമ്മൾ പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഓട്ടിസം. ഇത് ഒരു ചേഞ്ച് വരാൻ തന്നെ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. പക്ഷെ അതാണ് പ്രശ്നം. ഇപ്പോ നമുക്കെല്ലാം പെട്ടെന്ന് വേണമല്ലോ. അപ്പൊ നമ്മൾ എല്ലാം ഒരു പാരന്റ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞാലും സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ ഇത് നാളെ മാറുമോ എന്നായിരിക്കും. ഒരു കണ്ടിന്യൂസ് ആയിട്ട്
ഈ ഒരു അവസ്ഥ? അതെ, ഞാൻ ഒരു റീഅസസ്മെന്റ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ 6 months കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനൊക്കെ ചെയ്യില്ല. അത് ആ ഒരു റീഅസസ്മെന്റ് സമയത്ത് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടോന്ന് നോക്കും. ഡെഫിനറ്റ്ലി കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടർ? അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് എന്ന് പറയുന്നതും ഒരു ബിഹേവിയറൽ തെറപ്പിയുടെ ഒരു രൂപമാണ്. അത് യൂഷ്വലി ബിഹേവിയറൽ തെറപ്പിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഈ പറയുന്ന പോലെ ഒരു കാര്യമാണ്, കുട്ടീനെ നമ്മുടെ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് ഇരുത്തി അവരുടെ അറ്റൻഷൻ കൂട്ടുക, അവർക്ക് സ്കിൽഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഒരു സിറ്റിംഗ് ടോളറൻസ് ഉണ്ടാക്കുക. പല കുട്ടികളും ഒരു കാര്യം വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ്. കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ തന്നെ വേറൊരു ഫീച്ചറാണ് ഈ എന്താണ് അൺയൂഷ്വൽ ഒബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ്. അവർക്ക് സാധാരണ ടോയ്സ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവിടെ കിടക്കുന്ന പൈപ്പായിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അനാവശ്യ സാധനമായിട്ടായിരിക്കും അവരെപ്പോഴും അതും കൊണ്ടായിരിക്കും നടക്കുന്നത്. അങ്ങനത്തെ ആ ടൈപ്പ് മാൽ ബിഹേവിയേഴ്സിനെ മാറ്റുക എന്നുള്ളതും നമ്മുടെ തെറപ്പിയുടെ ഉദ്ദേശം തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ വാക്സിനുകൾ ഒരു ധാരണയായിരുന്നു, MMR വാക്സിനുകൾ അല്ലെങ്കിൽ അങ്ങനെ വാക്സിനുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഈ ഓട്ടിസത്തിന്റെ നിരക്ക് കൂടുന്നത്? അതെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ അതില്? ഒരു ലിറ്ററേച്ചർ പണ്ടെങ്ങോ വന്ന ഒരു ലിറ്ററേച്ചറാണ് അത്. അവര് തന്നെ ലാൻസെറ്റ് എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പ് തന്നെ അവര് തന്നെ അത് അല്ല എന്ന് പറഞ്ഞ് അവര് തന്നെ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതേ ഇല്ല. വാക്സിൻ കൊണ്ട് ഒരിക്കലും ഓട്ടിസം വരില്ല. പ്രത്യേകിച്ച് MMR വാക്സിൻ ഒരിക്കലും ഓട്ടിസം കോസ് ചെയ്യത്തില്ല. അത് തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓട്ടിസത്തിന് പ്രത്യേക കാരണങ്ങളൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ഒരു കുട്ടി ഡിലേ ആയിട്ട് വന്നു, ഓട്ടിസമായിട്ട് വന്നു, അപ്പത്തേക്കും അടുത്ത് നമ്മൾ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ചിലപ്പോ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പണ്ട് തലയിടിച്ച് വീണിട്ടുണ്ട് അതുകൊണ്ടാണോ ഇനി, ഇല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി സമയത്ത് കോവിഡ് വന്നതുകൊണ്ടാണ്, നമുക്കറിയില്ല. തലയിടിച്ച് വീണാല് അതിന്റെ അപ്പൊ തന്നെ വരണമല്ലോ നമുക്ക്. അപ്പോ നമ്മൾ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, ഇതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ലിറ്ററേച്ചേഴ്സിൽ വേറൊന്ന് പറയുന്നുണ്ട്, പ്രഗ്നൻസി ടൈമിലെ മെന്റൽ സ്ട്രെസ്. അമ്മമാരുടെ മെന്റൽ സ്ട്രെസ് ഇമ്പോർട്ടന്റ് ആണ്. അവര് നല്ല മെന്റൽ വെൽബീയിങ്ങിൽ കൂടെ പോവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, ഈ ഒരു രോഗാവസ്ഥ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്നുള്ളതിന് വീണ്ടും റീസൺ ഇല്ല. പക്ഷെ ഏകദേശം 4 times മോർ ഇൻ ബോയ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ പെൺകുട്ടികൾക്ക് വരില്ല എന്നല്ല, ആൺകുട്ടികളിലാണ് കൂടുതലായി കാണുന്നത്. ഈ ഞാൻ പറഞ്ഞ കുറെ സിൻഡ്രോംസ് ആണെങ്കിലും, ഫ്രജൈൽ എക്സ് പോലത്തുള്ള സിൻഡ്രോംസ് ആണെങ്കിലും ആൺകുട്ടികളിലാണ്. എന്നാൽ വേറൊരു സിൻഡ്രോം ഉണ്ട്, റെഡ് സിൻഡ്രോം പോലെ, അതൊക്കെ പെൺകുട്ടികളിലാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലിനിക്കിലും കാണുന്നത് ആൺകുട്ടികളിൽ തന്നെയാണ് ഓട്ടിസം കാണപ്പെടുന്നത്. അതെ. അപ്പൊ എനിക്കിപ്പോഴും പറയാനുള്ളത്, എല്ലാവരുടെ ലാംഗ്വേജ് ഡിലേ ഉണ്ടെങ്കിൽ, സ്പീച്ച് ഡിലേ ഉണ്ടെങ്കിൽ അതിനെ വെറുതെ വെച്ചോണ്ടിരിക്കരുത്. ഒരിക്കലും ഓട്ടിസം ആവില്ല, എന്നാൽ പോലും അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതെ. അതുപോലെ തന്നെ ഏതൊരു പ്രായം തൊട്ടായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു? അതായത് ഇത്ര ഒരു മാസം അങ്ങനെ ഇതിനൊരു പ്രായമുണ്ടോ? നമ്മൾ യൂഷ്വലി നമുക്കിപ്പം ഒരുപാട് റെഫറൽസ് ഒക്കെ വരുന്ന ഒരു സമയം 2.5 വയസ്സ് 3 വയസ്സ് ആ ഒരു സമയത്താണ് യൂഷ്വലി കൊണ്ടുവരുന്നത്. സിംറ്റംസ് കംപ്ലൈൻസ് ചോദിക്കുമ്പോഴത്തേക്കും യൂഷ്വലി സ്പീച്ച് ഡിലേ ആയിരിക്കും. അതായത് കുട്ടി സംസാരിക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കംപ്ലൈന്റേ ഉള്ളൂ. പക്ഷേ ഇപ്പോ കുറച്ചും കൂടെ അവയർനെസ് കൂടിയിട്ടുണ്ട്. എനിക്കിപ്പോ അമ്മമാര് കൊണ്ടുവരുന്നത് 3 മാസമായുള്ള കുഞ്ഞുങ്ങളില് ചിരിക്കുന്നില്ല, മുഖത്ത് നോക്കി ഒരു റെസ്പോൺസ് ഇല്ല, അമ്മയായ എന്നെ നോക്കി ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന അമ്മമാരുണ്ട്. വളരെ നല്ല കാര്യമാണ് ആ ഒരു കൺസേൺ ഉള്ളത്. പേടിപ്പിക്കാനല്ല, പക്ഷെ ആ ഒരു കൺസേൺ ഉള്ളത് നല്ലതാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. കുട്ടീനെ അപ്പോഴേ നമുക്കൊന്ന് നോക്കി തുടങ്ങാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഏറ്റവും ഇതായിട്ട് വരുന്നത് 3 മാസമുള്ളവരിലും അവർ പിക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മിറർ പ്ലേ, അതുപോലെ തന്നെ പ്രിട്ടൻ പ്ലേ. അതായത് പ്രിട്ടൻ പ്ലേ എന്ന് പറഞ്ഞാല് ഇപ്പം ഡോളിനെ വെച്ച് കളിക്കുക, പാവയെ വെച്ച് കളിക്കുക, പാവയ്ക്ക് വെള്ളം കൊടുക്കുക, ഫീഡ് ചെയ്യുക, ഞാൻ അമ്മയാന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പ്രിട്ടൻ പ്ലേ ഒക്കെ ഒരു 15 months വരണം. അതുപോലെ തന്നെ പോയിന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ
സ്റ്റോൺ ആണ്, ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കുട്ടികൾ നോക്കുന്നതും കുട്ടികൾ അവരുടെ ഇൻട്രസ്റ്റ് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കുന്നതും ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റിങ് വരുന്നത് ഒരു 10 മാസം മുതൽ 15 മാസം വരെയാണ്. ഓട്ടിസ്റ്റിക് കുട്ടികൾ ഒരിക്കലും പോയിന്റ് ചെയ്യാറില്ല. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്, ലീഡിങ് ബൈ ഹാൻഡ്സ്. അപ്പൊ ഇങ്ങനെയുള്ളതും ലക്ഷണങ്ങളാണ്. അപ്പോ ഈ ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടതാണ്. ലൈക്ക് പോയിന്റിങ് ഇല്ലാത്തതും പ്രിട്ടൺ പ്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞ വിട്ടുപോകാറുണ്ട്. പാരന്റ്സിന് അറിയില്ല ഇതൊക്കെ ഒരു മൈൽ സ്റ്റോൺ ആണ്, അതൊക്കെ കുട്ടികൾ ചെയ്യണല്ലേ. അല്ല, ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആണ്, ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുമായി കളിക്കുന്നത്. ഈ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ അങ്ങനെ പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ കാണാറില്ല. അതായത് അവര് വേറെ ഉള്ള കുട്ടികളുമായിട്ട് കളിക്കാറേ ഇല്ല, അവരെപ്പോഴും ഐസൊലേറ്റഡ് ആയിരിക്കും. ശരിയാണ്, നമ്മളൊരു സോളിറ്ററി പ്ലേ പറയുന്നത് ഒരു 1 year 2 yearsലൊക്കെ സോളിറ്ററി പ്ലേ ആണ്, ഒറ്റയ്ക്കിരുന്ന് കളിക്കാനാണ് ഇഷ്ടം. ഒരു 2 years കഴിയുമ്പോഴത്തേക്ക് പാരലൽ പ്ലേ വരും. ഞാനും ആ കുട്ടിയും ബ്ലോക്സ് കളിക്കുകയാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമെങ്കിലും നമ്മൾ ഒരുമിച്ച് കളിക്കില്ല. അതാണ് പാരലൽ പ്ലേ. ഒരേ സാധനം തന്നെ കളിക്കും. ഗ്രൂപ്പ് പ്ലേ വരുന്ന ഒരു 3 years ഒക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരിക്കലും തന്നെ ആ ഒരു ഇത് വരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് പ്ലേ ഇല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്. ഇപ്പം പ്ലേ സ്കൂളിൽ വിട്ടാലും വേറെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുക, ഇപ്പം ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊന്നും വരാണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കുട്ടികൾ. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പ്ലേയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉള്ള പഠിത്ത രീതി എങ്ങനെയാണ്? പഠിത്തത്തിന്റെ സിവിയർ ആയിട്ടുള്ളവർക്ക് ഇവരിൽ തന്നെ ഈ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ തന്നെ കുറെ കുട്ടികളിൽ, അതായത് 40 മുതൽ 60% വരെയുള്ള കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യവും കൂടെ വരാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ പഠിത്തം ഇതായിരിക്കും. പക്ഷെ ഈ മൈൽഡ് ആയിട്ടുള്ള കുട്ടികളിൽ ചില കുട്ടികളിൽ പഠന വൈകല്യവും കാണാറുണ്ട്. പഠന വൈകല്യം എന്ന് പറയുന്നത് ഒരു കോമോബിഡിറ്റിയാണ്. അപ്പോ പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും. അതിന് റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാം തന്നെ ബുദ്ധിമുട്ട് കാണിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഈ പഠിത്തം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടീമിൽ നമുക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ഉണ്ട്. അവരെ ആദ്യം പെൻസിൽ ഗ്രിപ്പ് കാണില്ല, അവർക്ക് പെൻസിൽ ഗ്രിപ്പ് ആദ്യം വരണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ ഓട്ടിസത്തിന്റെ ഒരു കോമോബിഡിറ്റിയാണ്, കൂടെ വരുന്ന ഒരു കാര്യമാണ് പഠന വൈകല്യം. അതുപോലെ തന്നെ വേറെ കുറെ കോമോബിഡിറ്റീസ് ഉണ്ട് ഓട്ടിസത്തിന്റെ കൂടെ തന്നെ വരുന്നത്. ഒരു 6 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഇൻഅറ്റൻഷൻ, ശ്രദ്ധയില്ലായ്മ, ഹൈപ്പർ ആക്ടിവിറ്റി, നല്ല വിരുവിരിപ്പ്, അമിത വികൃതി, ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും ഇല്ല, എന്തും ചെയ്യും, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതും ഇതിന്റെ കൂടെ തന്നെ വരും. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ADHDയും അഡ്രസ് ചെയ്യണം. ADHDയുടെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ADHDയും അഡ്രസ് ചെയ്യേണ്ടി വരും. പാരന്റ്സ് ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലായിരിക്കും അപ്പൊ പോകുന്നത്. വേറൊരു കോമോബിഡിറ്റി സീഷേഴ്സ്. ഈ കുട്ടികളിൽ തന്നെ ഒരു 18 മുതൽ 30% വരെയുള്ള കുട്ടികളിൽ ഫിറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മാനേജ്മെന്റ് ഒരു തെറപ്പി സെഷൻസിലൊക്കെ പോകുന്ന ചില സമയത്ത് വളരെയധികം ബിഹേവിയറൽ ഡിസ്റപ്ഷൻ, പെട്ടെന്ന് ഒരു കുട്ടിക്ക് നന്നായി പോകുന്ന ഒരു കുട്ടിയായിരിക്കും, പെട്ടെന്നൊരു സ്വഭാവത്തിൽ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിറ്റ്സ് ആണോ എന്ന് നോക്കണം. EEG എടുക്കേണ്ടി വരും. അപ്പൊ ഒരു ഡോക്ടറിന്റെ സേവനം എന്തായാലും വേണ്ടി വരും. ഫിറ്റ്സ് ഉണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് ഈ മോട്ടോർ ഡിലേ വരാറുണ്ട്. ടോ വാക്കിംഗ് ഒക്കെ വരാറുണ്ട്. ടോ വാക്കിംഗ് എന്ന് പറഞ്ഞാല് ഉപ്പൂറ്റി പൊങ്ങി നടക്കുന്നത് ടോ വാക്കിംഗ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് തന്നെ ചില കുട്ടികൾക്ക് ഈ ഗ്ലോബൽ എല്ലാത്തിലും ഒരു ഡിലേ വരും. പിന്നെ ഇപ്പോ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, ലാംഗ്വേജ് ഡിലേ പോലെ ഇമ്പോർട്ടന്റ് ആണ് പേഴ്സണൽ സോഷ്യൽ ഡിലേ. അതായത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സെൽഫ് സ്കിൽസ് ഇല്ല. എല്ലാം 4 വയസ്സാണെങ്കിലും നമ്മൾ വാരി കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ എല്ലാവരും കുട്ടികൾ അങ്ങനെ തന്നെയാണ്. അപ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് അവർക്ക് സെൽഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. സാധാരണ കുട്ടികളെ കാര്യമാണ് പറയണേ. സെൽഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കാൻ നോക്കുക. അവര് വളരട്ടെ. അവർക്ക് സ്പൂണും ഫോർക്കും ഇല്ലെങ്കിൽ കൈ വെച്ച് കഴിക്കാൻ അവരെ പ്രാപ്തനാക്കുക. അതെ,
അല്ലാതെ 4 വയസ്സിലും അതുപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. 4 വയസ്സിലും ഡയപ്പറിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഈ 3 വയസ്സിൽ കൊണ്ടിരുത്താൻ നോക്കുമ്പോഴാണ് കുട്ടി ഇരിക്കാത്തത് ബാത്റൂമിൽ. അപ്പൊ അത് നേരത്തെ അത് ഒരു 1.5 വയസ്സിലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നന്നായി പോകും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ പ്രശ്നം ഇതാണ്, പാരന്റ്സ് എല്ലാരും വർക്കിംഗ് ആണ്, ഇൻക്ലൂഡിങ് ഞാൻ, എല്ലാരും നമ്മൾ പാരന്റ്സ് എല്ലാരും വർക്കിംഗ് ആണ്. കുട്ടിക്ക് ശരിക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണില്ല. അപ്പോ അവരൊരു അണ്ടർ സ്റ്റിമുലേഷനിലോട്ട് പോവാണ്. അവരെ നോക്കാൻ ആരുമില്ല. പിന്നെ അമ്മൂമ്മ അപ്പൂപ്പനാണെങ്കിലും മെയ്ഡാണെങ്കിലും ഒക്കെ അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം കുഞ്ഞിനെ ഒരു TV, ഫോൺ ഇല്ലെങ്കിൽ അങ്ങനെ പോവാണ്. അപ്പൊ അവര് ശരിക്കും അണ്ടർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് പോവാണ്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണില്ല. അപ്പോൾ ഇപ്പോ ഡോക്ടർ പറഞ്ഞു സാധാരണ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കൺസിഡറേഷൻ കൊടുക്കുക, അവരെ സ്വതന്ത്രനായിട്ട് വിടുക. അതുപോലെ നമ്മുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ വിടാനായിട്ട് സാധിക്കുമോ? അവർക്കൊരു ഡിപ്പെൻഡൻസ് ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ നോക്കാനായിട്ട്? അതിനാണ് നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യുന്നത്. എത്ര നേരത്തെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നല്ലത്. പല കുട്ടികളും സെൽഫ് സ്കിൽസ് ഇംപ്രൂവ്ഡ് ആവും. കാര്യം ഈവൻ സിവിയർ കേസസ് ആണെങ്കിൽ അവർ ഫുഡ് എടുത്ത് കഴിക്കും, അവർക്ക് ഫേവറേറ്റ് ഫുഡ് കാണും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അവർക്ക് ഇഷ്ടമുള്ള പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കുറയ്ക്കാൻ ഇപ്പം ഒരുപാട് ഡയറ്ററി ചേഞ്ചസ് ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനകത്തൊന്നും വലിയ വിശ്വാസമില്ല. എന്നാലും മധുരം കുറച്ച് കുറയ്ക്കാൻ പറയാറുണ്ട്. മധുരം, ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനത്തെ ഉള്ള കുട്ടികളിൽ കുറയ്ക്കാൻ പറയാറുണ്ട്. ഈ സെൽഫ് സ്കിൽസ് ആണെങ്കിലും ഇവരെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുന്നത് സെൽഫ് സ്കിൽസ്. എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ബ്രഷ് ചെയ്യുക, ഡ്രസ്സ് ഇടുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ശരിക്കും ഒക്കുപേഷണൽ തെറാപ്പിയിൽ നല്ല രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്. കുറേയൊക്കെ നമുക്ക് പറ്റാറുമുണ്ട്. കാര്യം ഒത്തിരി കാര്യങ്ങൾ അവർ ഗെയിൻ ചെയ്യാറുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓട്ടിസത്തിന്റെ കൂടെ അവരനുഭവിക്കുന്ന മറ്റെന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടോ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക്? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജനറ്റിക് സിൻഡ്രോംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫിറ്റ്സ് കുറെ കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടാവും, പക്ഷെ അവരെ ആരും അറിയുന്നില്ല ശരിക്കും. അപ്പോ ഇപ്പൊ അവർക്കൊരു മിക്കവാറും കുട്ടികൾക്ക് വയറ്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അതായത് GI ഡിസ്ഫങ്ഷൻസ് എന്തെങ്കിലും കാണും, കോൺസ്റ്റിപ്പേഷൻ കാണും. കാര്യം അവര് പ്രോപ്പറായിട്ട് അവർക്ക് അറിയില്ല എങ്ങനെയാണ് ബാത്റൂമിൽ പോകുന്നത്, എങ്ങനെയാണ് ടോയ്ലറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അവിടെ വിഡ്രോവൽ വരും, അവിടെ കോൺസ്റ്റിപ്പേഷൻ വരും, മോഷൻ പോകാണ്ടിരിക്കും. അതെല്ലാം അവരുടെ ഡിസ്ട്രെസിന് കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില കുട്ടികൾ വളരെ ഉറക്കം കുറവാണ്. എന്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് 7 വയസ്സ്, 10 ദിവസത്തോളം ഉറങ്ങത്തില്ലായിരുന്നു. അപ്പം സ്ട്രഗിൾ ശരിക്കും പാരന്റ്സിനാണ്. അവള് വെറുതെ സംസാരിച്ചുകൊണ്ട് സംസാരം എന്ന് പറഞ്ഞാൽ അവളുടെ ലാംഗ്വേജിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കും എന്നല്ലാതെ പാരന്റ്സിനാണ് ശരിക്കും അവര് 10 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ഉറക്കമില്ലായ്മ ഇതെല്ലാം. അതുപോലെ നമ്മളൊരു ചിട്ട വരുത്തണം. നമ്മുടെ സാധാരണ കുട്ടികളിലാണെങ്കിലും നമ്മൾ ഈ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, ഒന്നാമത് വെക്കേഷൻ ആയപ്പോ 12 മണിക്കാണ് ഉറങ്ങുന്നത്, 10 മണിക്ക് എഴുന്നേക്കുള്ളൂ. നമ്മൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളും അങ്ങനെയാവുന്നത്. അതുപോലെ അതായത് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളുള്ള അതേ രീതിയിലുള്ള മറ്റെന്തെങ്കിലും രോഗാവസ്ഥയുണ്ടോ? ഓട്ടിസത്തിന്റെ ലക്ഷണം ആദ്യം ഈ പറഞ്ഞ പോലെ ഐ കോണ്ടാക്ട് ഇല്ല, നെയിം റെസ്പോൺസ് ഇല്ല, പേര് വിളിക്കുന്നില്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണില്ല. ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത് കേൾവി ശക്തി നോർമൽ ആണെന്നുള്ള, അല്ല കേൾവി ശക്തി നോർമൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടിയെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധ കുറവുണ്ടെങ്കിൽ ആദ്യം, ഇല്ലെങ്കിൽ ഒരു സ്പീച്ച് ഡിലേ, സംസാര വൈകല്യം ഉണ്ടെങ്കിൽ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഹിയറിംഗ് ഡെഫിസിറ്റ് ആണ്. അതായത് ആ കുട്ടിയുടെ കേൾവി നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തണം. അത് ചില കുട്ടികളിൽ ഈവൻ നമ്മൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൽ ആദ്യം ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു ഹിയറിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്. എല്ലാ കുട്ടികൾക്കും, ഇപ്പൊ കേരളത്തിൽ എല്ലാ കുട്ടികൾക്കും ചെയ്യാറുണ്ട്. അപ്പൊ ചെയ്യാതെ ആർക്കും പോവാറില്ല. അപ്പോ അത് ചെയ്തിരുന്നാൽ കൂടി ചില മൈൽഡ് ഹിയറിംഗ് ലോസും ചിലപ്പോൾ സ്പീച്ച് ഡിലേക്ക് കാരണമാകാം. അപ്പോ ഈ ഓട്ടിസത്തിൽ വരുന്നത് സ്പീച്ച് ഡിലേ ആണ്, കമ്മ്യൂണിക്കേഷൻ ഡിലേ ആണ്, നെയിം റെസ്പോൺസ് കോൾ ഇല്ല. അപ്പം അത് ആദ്യം റൂൾ ഔട്ട് ചെയ്യണം. അതൊരു ഡിഫറൻഷ്യലാണ് ശരിക്കും.
മറ്റെന്തെല്ലാം ചികിത്സാ രീതികളാണ് നമ്മുടെ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് പ്രാധാന്യം ചെയ്യുന്നത്? ഇന്റർവെൻഷൻ ആക്ച്വലി പല പല കോംപ്ലിമെന്റ് മറ്റേ കുറെ തെറപ്പീസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം സ്റ്റെം സെൽ തെറപ്പി വരെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ആധികാരികതയില്ല. കാര്യം ഒരുപാട് പാരന്റ്സ് എനിക്കറിയാം ഒരുപാട് പൈസ വെറുതെ ചെലവാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. അതിലൊത്തൊന്നും വീഴാത്തതാണ് നല്ലത്. ശരിക്കും ചിട്ടയായിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ടീം വർക്ക്. ഒരെണ്ണത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല. എന്നെ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ മാത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം വർക്കാണ്. ആ ടീമിൽ നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുള്ളൂ. അതും ഇന്നല്ല, വളരെ കുറച്ച് ശ്രമകരമാണ്. കുറച്ച് നാള് നല്ല രീതിയിൽ തെറപ്പി ചെയ്തതിന് കാര്യം ഈ തെറപ്പി ഗോൾസ് എല്ലാം നമുക്ക് മാറി മാറിക്കൊണ്ടിരിക്കും. കാര്യം ഇന്ന് വരെ ഇല്ലാത്തൊരു സിംറ്റം ആയിരിക്കും തെറപ്പി കഴിഞ്ഞിട്ട് ചിലപ്പം അടുത്തൊരു സിംറ്റം വരാം. എന്നിട്ട് ഈ ഉണ്ടായിരുന്നതെല്ലാം പോവാം. ഈ പറഞ്ഞ ലൈനിങ് എല്ലാം പോവും. അത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഈ സ്റ്റിമ്മിങ് വരുന്നത്, അല്ലെങ്കിൽ ചാടാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പിംഗ് തുടങ്ങുന്നത്. അതെല്ലാം പുതിയതായിട്ടും വരാം. അപ്പൊ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യും. അപ്പൊ ഗോൾസ് എല്ലാരും കൂടെ ഇരുന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കണം നല്ലൊരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കണോ അല്ലെങ്കിൽ കൂടെ ഇരുത്താൻ മടിക്കുന്ന ചില രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട്. കുട്ടിക്ക് എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് അവനെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അവനെ കുറച്ചുകൂടെ കെയറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് സത്യത്തിൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ? ഒരു ഗ്രൂപ്പ് പ്ലേ, ഗ്രൂപ്പ് തെറപ്പി, അല്ലെങ്കിൽ ഒരു സ്കൂൾ പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ, ഇത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കുട്ടികളിൽ. ഒരിക്കലും പാരന്റ്സ് ആയിട്ട് പറയാറില്ല, ബാക്കിയുള്ള പാരന്റ്സ് ചിലപ്പോൾ പറയാറുണ്ടായിരിക്കും. കാര്യം ഇവരുടെ കുറച്ച് ഫീച്ചേഴ്സ് അവര് കാണിക്കും എന്നുള്ള പേടിയുള്ള പാരന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് ഏറ്റവും വേണ്ടത് പിയർ ഗ്രൂപ്പാണ്. അതായത് അവരുടെ സമപ്രായക്കാരുമായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ, അത് അത്യാവശ്യമാണ്. അതില്ലാതെ നമ്മുടെ തെറപ്പി പോലും നമുക്ക് ഗ്രൂപ്പ് തെറപ്പീസ് ഉണ്ട്. അതായത് കൃത്യമായിട്ട് ഒരു 7-8 കുട്ടികൾ വരുന്ന, ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് തെറപ്പീസ് അങ്ങനെയുണ്ട്. അത് വളരെ ഫലവത്താണ്. അപ്പോൾ ഡോക്ടർ, എത്ര ഒരു പ്രായത്തിലാണ് നമ്മുടെ ഈ ഒരു ഓട്ടിസം ഡിക്ലെയർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നേരത്തെ റെഡ് ഫ്ലാഗ് സൈൻസ് കാണാം. അതായത് ഇപ്പൊ ഒരു കുട്ടി ബാബിൾ ചെയ്യുന്നില്ല, അതൊന്നും 6 മാസമായിട്ട് അത് പറയുന്നില്ല. ഒരു 2 വയസ്സായിട്ടും കുട്ടിക്ക് ഒരു റെസ്പോൺസും ഇല്ല, ഒന്നും പറയുന്നില്ല, സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ 3 വയസ്സായിട്ട് സെന്റൻസുകളില്ല, ഒരു ഇന്ററാക്ഷൻ ഇല്ല, പോയിന്റിങ് ഇല്ല, ഇമിറ്റേറ്റീവ് സ്കിൽസ് ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഇല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് ആണ്. പക്ഷേ എന്നാലും ആ കുട്ടീനെ ഓട്ടിസം എന്നുള്ള ഒരു പേര്, ഒരു ഡയഗ്നോസിസ് നമ്മൾ കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years എങ്കിലും ആവണം. അല്ലാതെ ആദ്യം വരുന്ന ഒരു കുട്ടീനെ മുഖത്ത് നോക്കുന്നില്ല, അതുകൊണ്ട് ഇത് ഓട്ടിസം, അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ഓട്ടിസത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ റെപ്പറ്റേറ്റീവ് ഫീച്ചേഴ്സും സെൻസറി ഇഷ്യൂസും അതുപോലെ തന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിലേ, ഇതെല്ലാം കൂടെ ചേർന്നാലേ അത് ഓട്ടിസം ആവുള്ളൂ. അല്ലാതെ ഇപ്പം ഈ റെപ്പറ്റേറ്റീവ് ഫീച്ചേഴ്സും സെൻസറി ഒന്നും ഇല്ലാതെ ഐ കോണ്ടാക്ട് മാത്രം പുവർ, ഐ കോണ്ടാക്ട് ഇല്ല, പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണില്ല, സ്പീച്ച് ഇല്ല, അങ്ങനെയുള്ളൊരു കുട്ടീനെ നമുക്ക് ഒരിക്കലും ഓട്ടിസം ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് ഒരു ഇവാലുവേഷൻ ആണ്. ഏതൊരു ലാംഗ്വേജ് ഡിലേ ആണെങ്കിലും സ്പീച്ച് ഡിലേ ആണെങ്കിലും നമുക്കൊരു ഇവാലുവേഷൻ വേണം. പിന്നെ നിങ്ങൾ ഏറ്റവും നന്നായത് ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് വിടുക. അപ്പോൾ അവരൊരു ഡെവലപ്മെന്റ് തെറപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ അവരൊരു പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്യും. അതിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ക്രീനിങ് ടൂൾസ് ഒക്കെ ഉണ്ട്. സ്ക്രീനിങ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം CDC ഡെവലപ്പ് ചെയ്ത, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ CDC ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഡെവലപ്പ് ചെയ്ത കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ടൂൾസുകളുണ്ട്. അല്ലാതെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസും ഉണ്ട്. അതെല്ലാം ഏജ് അപ്രോപ്രിയേറ്റ്നെസ് കാണിക്കുന്നതാണ്. അതായത് 1 വയസ്സിലുള്ള കുട്ടി ഇന്ന ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം. അപ്പൊ കുട്ടിയെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചു നോക്കുകയാണ് ചെയ്യണം. കുറെ ഒരു വെൽ ഡെവലപ്ഡ് ആണ് ടൂൾസ്. ആ ടൂൾസ് ആദ്യം സ്ക്രീനിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഓക്കെ ഈ കുട്ടിക്ക് കുറച്ച് സയൻസ് ഉണ്ട്, അപ്പം ഇത് ഓട്ടിസത്തിലേക്ക് പോവുകയാണോ എന്ന് വെക്കാൻ നമുക്ക് വേറെ ടൂൾസ് ഉണ്ട്. CDC തന്നെ TABC എന്നൊക്കെ പറഞ്ഞ് വേറെ ടൂൾസ് ഉണ്ട്. അപ്പൊ അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് TABCയുടെ ഒക്കെ ഒരു ഗുണം സിവിയറിറ്റിയും കൂടെ കുറച്ച് കിട്ടും.
അപ്പൊ ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പം സാധാരണ ഈ ഫോൺ കണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും ഈ സെയിം ഫീച്ചേഴ്സ് കാണിക്കും. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളും മൈൽഡ് മോഡറേറ്റിൽ വരും, മൈൽഡ് ടു മോഡറേറ്റിൽ വരും. അപ്പൊ അവരിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പം ഇതേപോലെ ഈ സെഷൻസ് എന്ന് പറയുന്നത്, തെറപ്പി സെഷൻസ് എന്ന് പറയുന്നത് എല്ലാം കുട്ടിയുടെ സിറ്റിംഗ് ടോളറൻസ് വരുത്തുന്നതും അറ്റൻഷൻ കൊടുക്കുന്നതുമാണ്. അല്ലാതെ നമ്മൾ അവിടെ ഒന്നും ഇൻജെക്ട് ചെയ്യുന്ന ഒന്നും ഇല്ല. അപ്പോ തെറപ്പി എന്ന് പറയുന്ന ഒരു ബിഹേവിയറൽ അപ്രോച്ചിൽ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഈ കുട്ടികളൊക്കെ നല്ല പ്രോഗ്നോസിസിൽ പോകും. ഞാൻ പറഞ്ഞ ഈ സ്ക്രീൻ അഡിക്ഷൻ കൊണ്ട് സ്പീച്ച് ഡിലേ ആയവരൊക്കെ നല്ല രീതിയിൽ പോകും. അതില്ലെങ്കിൽ ഒരു പ്ലേ സ്കൂൾസിലൊക്കെ പോകുമ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ പോകും. പക്ഷെ ഓട്ടിസ്റ്റിക് കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ പോവേണ്ടി വരും. അതാണ് കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു രോഗാവസ്ഥ പകർച്ചവ്യാധി അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇതിന്റെ നിരക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടുവരുന്നത്? ഇപ്പൊ അവയർനെസ് കൂടിയത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു റേറ്റ് ഒന്നും അല്ല. ഇപ്പോ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ റീസെന്റ് ഡേറ്റ് അനുസരിച്ച് 36 കുട്ടികളിൽ ഒരു കുട്ടി എന്നാണ് പറയുന്നത് ലോകത്തില്. അപ്പൊ അത് വളരെ വലിയൊരു റേറ്റ് ആണ്. പക്ഷേ എന്റെ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് അണ്ടർ ഡയഗ്നോസിസും ഉണ്ട്, കുറച്ച് ഓവർ ഡയഗ്നോസിസും ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ഐ കോണ്ടാക്റ്റും നെയിം റെസ്പോൺസും ഇല്ലാത്തൊരു കുട്ടീനെ ഓട്ടിസമായിട്ട് ലേബല് ചെയ്യരുത്. നമുക്ക് ഡയഗ്നോസിസിൽ അപ്പോ കൂടുതൽ ഇമ്പോർട്ടന്റ് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുക, അവരെ നോക്കി വരിക, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവരെ നല്ല പ്ലേയിലാക്കുക, അവർക്ക് നല്ല പിയർ ഗ്രൂപ്പ് കൊടുക്കുക, എന്നിട്ട് നല്ലതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക കുട്ടികളെ. എന്നിട്ട് നമുക്ക് റീഅസസ് ചെയ്ത് നോക്കുക. എന്നിട്ടും അവർക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പം നല്ല ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ചെയ്യുക. അതിന് കുറച്ച് എക്സ്പെർട്ടൈസ് വേണം. വെറുതെ എവിടെയെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, കുറച്ച് എക്സ്പെർട്ടൈസ് വേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ടൂൾസ് എല്ലാം ചെയ്യാൻ ഒരു മിനിമം 30 മിനിറ്റ്സ് എടുക്കും. പെട്ടെന്ന് പോയി നമ്മൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ഈ സ്ക്രീനിങ് ടൂൾസും ഡയഗ്നോസ്റ്റിക് ടൂൾസും ചെയ്തതിന് ശേഷം മാത്രമേ ഓട്ടിസം ലേബിൾഡ് ആവാം, ഓട്ടിസം എന്നുള്ള വാക്കുകൾ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന പോലെ ചിലപ്പം ലാംഗ്വേജ് ഡിലേ ആയിട്ട് വരുന്ന അച്ഛനമ്മമാരടുത്ത് നമ്മൾ കുറച്ചൊന്ന് അവർക്ക് ആർക്കും ഒരു പേടിയില്ല. കാര്യം കുട്ടി സംസാരിച്ചോളും. വലിയച്ഛൻ നേരത്തെ സംസാരിച്ചില്ല, 5 വയസ്സിലാ സംസാരിച്ചത്, ഇല്ലെങ്കിൽ അച്ഛൻ 6 വയസ്സിലാ സംസാരിച്ചത്. അതുകൊണ്ട് ഈ കുട്ടി ആയിക്കോട്ടെ ആവാം. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ഇതിനകത്ത് പോകരുത്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക, ഇതല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഈ ഒരു രോഗാവസ്ഥ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് വഷളാകാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് നേരത്തെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്താൽ അതിന്റെ ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ തന്നെ ഐ കോണ്ടാക്ട് കിട്ടും, കുറച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒരു റാപ്പിഡ് അക്യൂസി എന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു നല്ലൊരു ഇന്റർവെൻഷൻ ഉണ്ടെങ്കിലേ ആ ലാംഗ്വേജിനൊക്കെ ഒരു സമയമുണ്ട് എല്ലാത്തിനും. അപ്പോൾ നേരത്തെ കൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരും. പക്ഷെ നമുക്ക് ഒരു 4-5 വയസ്സൊക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികളുണ്ട്, നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാറില്ല, സമയം കഴിഞ്ഞു. അതെ. അതുപോലെ തന്നെ ഇവർക്ക് ഒത്തിരി കഴിവുകളുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടാനും ശ്രമിക്കണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ ഒരു അവബോധം വളരെ കുറവാണ്. നമുക്ക് ഒത്തിരി റിസോഴ്സസ് കുറവാണ് ഇവിടെ. ഇപ്പം ഈവൻ കേരളത്തിലാണെങ്കിലും അതിന്റെ റിസോഴ്സസ് ഒത്തിരി കുറവാണ്. ഗവൺമെന്റ് മുന്നോട്ട് വരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാൻ. കാര്യം ഇവരെ റീഹാബും അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും എല്ലാം കാര്യം ഒത്തിരിയും കൂടെ കോസ്റ്റ് ഫ്രീ ആക്കുവാണെങ്കിൽ കുറെ കുട്ടികൾക്ക് അതൊരു ഗുണമായിരിക്കും. ഒരുപാട് സാധാരണ കുടുംബത്തിലുള്ള കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് ഈ ഒരു അവസ്ഥ അതായത് അതൊന്ന് തരണം ചെയ്ത് വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സ്കീമുകളോ അങ്ങനെ എന്തെങ്കിലും? സ്കീമുകൾ ഒത്തിരി ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പൊ തെറപ്പി സെന്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു ആഴ്ചയിൽ 4 ദിവസം 3-4 എന്നൊക്കെ പറഞ്ഞ് ദിവസം വരേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തെറപ്പീസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇപ്പോ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെ കുട്ടീനെ കൊണ്ടുവരും, എല്ലാ ദിവസം ഇത്രയും ദിവസം എങ്ങനെ കൊണ്ടുവരും, അതിനുള്ള ചെലവുകളുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാല് ഈ ഒരുപാട് ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. ഇപ്പം ഓട്ടിസം ആണെങ്കിലും ഈ റൈറ്റ്സ് ഫോർ പേഴ്സൺസ്
ഓഫ് ഡിസബിലിറ്റി ആക്ട് പ്രകാരം 2016 ആക്ട് പ്രകാരം അതിനകത്ത് RPD ആക്ടിലുള്ള ഒരു അസുഖമാണ് ഓട്ടിസം. അപ്പോൾ അവർക്ക് ഈ ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ട്, നിരാമയ പോലത്തെ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ നിരാമയ്ക്ക് അപ്ലൈ ചെയ്യാം. നിരാമയ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ തെറാപ്പിക്കും എല്ലാം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഉണ്ട്, പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല. പിന്നെ ഈ അക്സെപ്റ്റൻസ് ലെവൽ വളരെ കുറവാണ്. ഓട്ടിസം ഇപ്പൊ ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിരിക്കുമ്പോ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കേഷനും പോവില്ല. ആൾക്കാർ പോണെങ്കിൽ നമുക്കൊരു ഓക്കെ ഇതൊരു ഡിസബിലിറ്റി ആണെന്ന് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലല്ലേ സർട്ടിഫിക്കേഷന് ശ്രമിക്കുള്ളൂ. തീർച്ചയായും. അതുപോലെ ഡോക്ടർ പറഞ്ഞു ഈ ഒരു കുട്ടികളിൽ ഒരുപാട് കഴിവുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഈ കുട്ടികൾക്ക് ആ ഒരു കഴിവുകൾ വളർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു രോഗാവസ്ഥയൊന്ന് കവർ ചെയ്യാനായിട്ട്? ഇവർക്ക് ചില കുട്ടികൾ നന്നായിട്ട് പെയിന്റ് ചെയ്യും, നന്നായി പാടും. വേറെ കുറെ ഞാൻ പറഞ്ഞില്ലേ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം എന്ന് പറയുമ്പോൾ കുറെ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ നല്ലൊരു മെമ്മറി, ചില കാര്യങ്ങളിൽ മെമ്മറി, കലണ്ടർ മെമ്മറി, മാപ്പ് മെമ്മറി, അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കലണ്ടർ മെമ്മറി ഉള്ള ഒരു കുട്ടി, ഏത് കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, മുതുകാട് സാറിന്റെ ആണ് തോന്നുന്നു. ഒരു കോവിഡിന്റെ ടൈമിൽ ഒരു കുട്ടി കറക്റ്റ് ആയിട്ട് ഏത് ഡേറ്റിൽ നിന്നാണ് പറയുന്നത്, ഏത് ഡേറ്റില് എത്ര കേസസ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ പലതരം ക്വാളിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അവരുടെ ആ ഹിഡൻ ക്വാളിറ്റീസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോ അത് ഇപ്പൊ നോർമൽ കുട്ടികളിലാണെങ്കിലും, നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളിലാണെങ്കിലും ഞാൻ പറയാറുണ്ട്, ഇപ്പം വരയ്ക്കുമെന്ന് ചോദിക്കുമ്പോൾ വരയ്ക്കും, നന്നായി വരയ്ക്കും. പഠിപ്പിക്കാൻ വിടുന്നുണ്ടോ? ഇല്ല, പഠിപ്പിക്കാൻ വിടില്ല. അവരുടെ ടെക്നിക്കൽ സൈഡ് പഠിച്ചാൽ മാത്രമേ അതിനൊരു പാട്ട് പഠിച്ച ആൾക്കാണ് ശരിക്കും നന്നായി പാടാൻ പറ്റുന്നത്. അല്ലാത്ത ആൾക്കാരും പാടുമായിരിക്കും, പക്ഷെ കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡ് അറിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഇതിനകത്തോട്ട് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഭക്ഷണക്രമം എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞു ഒരുപാട് പുളിയുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരുമെന്നൊക്കെ. ഓട്ടിസത്തിൽ ശരിക്കും ഒരു ഗട്ട് ബയോമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ചപ്പാത്തി കൊടുക്കരുത്, അതായത് ഗോതമ്പ് ചേർന്ന ആഹാരങ്ങൾ കൊടുക്കരുത്, പിന്നെ അത് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകും. ഞാൻ ഇന്നുവരെ ഒരു ബുക്കിനകത്ത് നമ്മുടെ പഠിച്ച പുസ്തകത്തിനകത്തൊന്നും ഈ കെസീൻ ഫ്രീ ഗ്ലൂട്ടൻ ഡയറ്റ്സ് ഒന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ആസ് എ ഡോക്ടർ ഞാൻ പഠിച്ചിട്ടില്ല, ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ റീസെന്റ് ഒക്കെ ഞാൻ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അങ്ങനെ പാല് കൊടുക്കാൻ പാടില്ല, അപ്പൊ പാല് കൊടുത്താൽ ഹൈപ്പർ ആക്റ്റീവ് ആവും. അവര് വളരുന്ന പ്രായമാണ്. പിന്നെ എല്ലാം ഒരു സമീകൃത രീതിയിൽ കൊടുത്താൽ കുഴപ്പമില്ല. എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഡയറ്റ് ഡയറി ഒരു പ്രിപ്പയർ ചെയ്ത്, നമ്മളിപ്പോ ആസ്മ ഡയറി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒരു ഡയറ്റ് ഡയറി കീപ്പ് ചെയ്യുക. നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു, അന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂ വന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അല്ലാതെ ഇന്നത് കൊടുക്കരുത്. പിന്നെ ഷുഗർ കണ്ടന്റ് ഉള്ളത് ഒഴിവാക്കാം. ഈ അഡിക്റ്റീവ്സ്, കളേഴ്സ് ആയിട്ടുള്ള സാധനം, ജങ്ക്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഒഴിവാക്കാം. സാധാരണ ഫുഡുകളൊക്കെ കൊടുക്കാം എന്നുള്ളതാണ്. ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്സ് ഒഴിവാക്കാം. അതും കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി കൂടും. പിന്നെ അതാണ് എന്റെ ഒരു ഫുഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന കാര്യങ്ങൾ പാല് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡേയില് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു കുട്ടി അവിടെ ഇരുന്ന് ഒന്നും ചെയ്യില്ലെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്കൊരു വ്യായാമത്തിനുള്ളൊരു സാധ്യത? അവരെപ്പോഴും ഓട്ടോ ആയിരിക്കും. അതെ, ലൈക്ക് മോട്ടോർ എന്നാണ് പറയുന്നത്. ഈ ADHD കൂടെ ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഇവിടെ ഇരിക്കില്ല. അങ്ങനെ ആയിരിക്കും, ഒരു മോട്ടോർ പോലെ ആയിരിക്കും. അവരിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരൊരു മൂലയ്ക്ക് മാറിയിരുന്ന് എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഒരു ലോകത്തായിരിക്കും. ചിലപ്പം മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ ഈ എന്തെങ്കിലും കാർട്ടൂൺസിലെ വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ പിറുപിറുത്തോണ്ടിരിക്കുമായിരിക്കും. അപ്പൊ അവരുടെ ഒരു ലോകത്താണ്. ഈ അവരുടെ ലോകത്തുനിന്ന് പിടിച്ചോണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കാര്യം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മളുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. അതാണ് ഇന്റർവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സോളിറ്ററി ലോകത്തുനിന്ന് നമ്മുടെ ലോകത്തോട്ട് കൊണ്ടുവരിക.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ കുടുംബത്തിലുള്ള ഒരുപാട് പേര് ഈ ഒരു രോഗാവസ്ഥയായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ പൈസ ചെലവ് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ രീതിയിൽ നൂതനമായിട്ട് ചികിത്സാ രീതികൾ ഓട്ടിസത്തിനുണ്ടോ? ഒരുപാട് ചികിത്സാ രീതികൾ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ഇന്റർവെൻഷൻസ് ആണ് കുറച്ചും കൂടെ ഫലവത്തായി കാണുന്നത്. ഈ ഒരുപാട് വരുന്നുണ്ട്, ഈ ഓൾട്ടർനേറ്റ് തെറപ്പീസ് ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും നമുക്ക് ഇതുവരെ റിസൾട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഭാവിയിൽ പറ്റട്ടെ. എന്തെങ്കിലും നമുക്ക് എല്ലാത്തിനും നമ്മൾ റെമഡികൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് എന്തെങ്കിലും റെമഡികൾ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അതിന്റെ കോസും കണ്ടുപിടിക്കണം. അപ്പോ അതിനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാര്യം എന്നാൽ മാത്രമേ ഇതിനൊരു എന്തിനും ഒരു റിസൾട്ട് വേണമല്ലോ. റിസൾട്ട് ഉണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് വേണമല്ലോ. കാര്യം എപ്പോഴും ഈ പാരന്റ്സിനെ കാണുമ്പോൾ ശരിക്കും നമുക്ക് വിഷമമാണ്. കാര്യം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കുറവാണ്. അപ്പൊ അവരെ അഡ്രസ് ചെയ്യാൻ ആരും ശ്രമിക്കണില്ല. ഇന്നത്തെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണെങ്കിലും ആ ഒരു സിസ്റ്റം പാരന്റ്സിനെ അഡ്രസ് ചെയ്യും. എല്ലാരും കുട്ടികളെ ഫോക്കസ് ചെയ്യണം, പാരന്റ്സിനെ ഫോക്കസ് ചെയ്യണം. പാരന്റ്സ് അനുഭവിക്കുന്ന പല പാരന്റ്സ് ജോലി വിടുന്നുണ്ട്. കാര്യം ഈ തെറപ്പിക്ക് പോകാനും ഒക്കെ ആരെങ്കിലും ഒരാൾ വീട്ടിലിരുന്നാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ കൂട്ടണം എന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ അവർക്ക് ജോലി വിടേണ്ടി വരും. ഇല്ലെങ്കിൽ അവർക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഡിപ്രഷനിൽ പോകുന്നുണ്ട്. ഒത്തിരി അവരുടെ ലൈഫ് ശരിക്കും മിസറബിൾ ആവുന്നുണ്ട്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കുട്ടി നമ്മുടെ മുഖത്ത് നോക്കാതെ, നമ്മൾ പറയുന്നത് കേൾക്കാതെ വേറൊരു ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ, ഇപ്പൊ മെഡിസിറ്റിയിൽ എന്തൊക്കെ ഇതാണുള്ളത് ചികിത്സാ രീതി, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ? മെഡിസിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. അവിടെ ഒരു ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്, ഡെവലപ്മെന്റൽ തെറപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഉണ്ട്, സോഷ്യൽ വർക്ക്, പിന്നെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് കുഞ്ഞു സാർ ഉണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്. ഒരു ടീമുണ്ട്, നല്ലൊരു ടീമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ്. ഈ ഒരു സമയത്ത് ഓട്ടിസം എന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. വലിയൊരു രോഗാവസ്ഥ എന്ന് ലളിതമായിട്ട് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യും കുട്ടികളെയും രക്ഷിതാക്കളെയും ആ ഒരു അറേഞ്ച്മെന്റ് എല്ലാം ഡോക്ടർ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ ശ്രോതാക്കളോട് ഡോക്ടറിന് പറയാനുള്ളത്? ഏർലി പിക്ക് ചെയ്യുക. കാര്യം എപ്പോഴും ഒരു സ്പീച്ച് ഡിലേ, എപ്പോഴും ഞാൻ അതാ പറയുന്നത്, ഒരു സംസാരത്തിൽ ഒരു ചെറിയ വൈകലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സെൽഫ് സ്കിൽസ് ഇംപ്രൂവ് ആവുന്നില്ല, കുട്ടികളുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് പോകുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധക്കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്ത് അടുത്തുള്ള പീഡിയാട്രീഷ്യൻസിനെ കാണിക്കുക. പീഡിയാട്രീഷ്യൻസിനെ തന്നെ കാണിക്കണം. ഒരു സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുക, അഡ്വൈസ് എടുക്കുക, നല്ലതായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതേപോലെ അവരുടെ അഡ്വൈസ് എടുത്ത് പോവുക. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ മീര ആറാണ്. ഡോക്ടറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസിക്കിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു.